പക്ഷേ ബൽദേവ്, വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, കാസർഗോഡ് ജില്ലയിൽ ഉദുമയിൽ ഒരു ഗ്രാമത്തിൽ ഒരു പീതാംബരൻ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകത്തിൽ 2 ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടമായ ഒരു സംഭവം മാത്രമായിരുന്നു ഇത് എങ്കിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പോയി പ്രതികൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തേണ്ട കാര്യമില്ലായിരുന്നു. പ്രതികൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ CBI അന്വേഷണത്തിനെതിരെയാണ് നിയമ പോരാട്ടം നടത്തിയത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും. ഏതൊക്കെ വക്കീലന്മാരെ, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ ഈ കേസിൽ വാദിച്ചത് നമ്മൾ കണ്ടതല്ലേ? CPM-ന്റെ പണം കൊണ്ടാണോ? അല്ല, നമ്മുടെ നികുതി പണം കൊണ്ട്. നമ്മുടെ നികുതി പണം എന്ന് പറയുമ്പോൾ ഈ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും അച്ഛനും അമ്മയും ഈ അമൃത അടക്കമുള്ള സഹോദരങ്ങളും അടക്കം കൊടുക്കുന്ന നികുതി പണത്തിന്റെ വിഹിതം കൊണ്ട് സംസ്ഥാന സർക്കാർ നിയമ പോരാട്ടം നടത്തി CBI അന്വേഷണത്തിനെതിരെ. അത് വളരെ പ്രാദേശികമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഏതോ ഒരു പീതാംബരൻ നടത്തിയ കൊലയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത്രയും പോയി പീതാംബരനെ രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇന്ന് ഈ CPM നേതാക്കളായ പ്രതികളെ സന്ദർശിക്കാൻ എറണാകുളത്തെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലാ സെക്രട്ടറി CN മോഹനനും ജില്ലാ സെക്രട്ടറി ദേവദർശനും അടക്കം എത്തിയ സംഭവം നമ്മൾ കണ്ടു. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ, അപ്പൊ സ്വാഭാവികമായും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളാണല്ലോ, അപ്പൊ അവരെ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യണ്ടേ, അവരെ ഞങ്ങൾ സംരക്ഷിക്കണ്ടേ എന്നാണ്. അതായത് കോടതി കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷ വിധിച്ചതിന് ശേഷവും കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ, സ്വാഭാവികമായും ഞങ്ങൾ പിന്തുണയ്ക്കണ്ടേ എന്ന് എറണാകുളം CPM-ന്റെ ജില്ലാ സെക്രട്ടറി ചോദിക്കുന്ന വിധത്തിലെത്തിയിട്ടും ഞങ്ങളൊന്നും പറഞ്ഞില്ലേ എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? ക്രൈംബ്രാഞ്ച് അല്ല CBI അന്വേഷിച്ചാലും ഒരു പ്രതികളെ ശിക്ഷിച്ചാൽ അവർ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴോ ശിക്ഷിക്കപ്പെടുമ്പോഴോ പോയി കാണുന്നത് സ്വാഭാവികമാണ്. അത് CPM-ന്റെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും കണ്ടവരെയും ശിക്ഷിച്ചവരെയും ഒരു തരത്തിൽ ഞങ്ങൾ ഒഴിവാക്കില്ല, ചേർത്ത് നിർത്തുമെന്നൊരു പ്രഖ്യാപനം അതിലുണ്ടല്ലോ. അത്രേ ഉള്ളൂ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതിനകത്ത് ഞാൻ പറയാം, നിങ്ങൾ ആ കുറ്റപത്രം രണ്ടും ഒന്ന് പരിശോധിക്കണം. ക്രൈംബ്രാഞ്ച് കൊടുത്ത കുറ്റപത്രത്തിന് അഡീഷണൽ ആയിട്ടാണ് CBI-യുടെ കുറ്റപത്രം വന്നിരിക്കുന്നത്. ഈ 2 കുറ്റപത്രവും വെച്ചുകൊണ്ടാണ് വിസ്തരിച്ചതും ഈ പ്രതികളെ ശിക്ഷിച്ചത്. ആദ്യത്തെ 10 പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നതിന്റെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സാക്ഷിമൊഴികൾ പലതും ക്രൈംബ്രാഞ്ച് കൊടുത്ത അതേ സാക്ഷിമൊഴികളാണ്. അഡീഷണൽ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് CBI-യുടെ മൊഴിഭാഗത്തുള്ളത്. പിന്നെ ഈ 10 പ്രതികളെ പുതിയതായിട്ട് ചേർത്തു. ആ 4 പ്രതികളെ ശിക്ഷിച്ചത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ആ 4 പ്രതികളെ ശിക്ഷിച്ചു എന്ന് പറയുന്ന അവർക്ക് കൊലപാതക കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 302 അവർ കൺട്രാക്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം പരിപൂർണമായിട്ട് ഈ പ്രതികളെ ശിക്ഷിക്കപ്പെടും എന്നുള്ളതിന്റെ തെളിവാണ് ആ കുറ്റപത്രം കാഴ്ച ചെയ്യാതെ തന്നെ കേസ് ട്രയൽ നടത്തിയപ്പോൾ ആ പ്രതികളെ. അല്ല ശ്രീ ബൽദേവ്, ഈ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം അനുസരിച്ച്, അതായത് CBI വന്നില്ലായിരുന്നുവെങ്കിൽ ശരി, താങ്കൾ പറഞ്ഞ പോലെ 1 മുതൽ 8 വരെ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമായിരുന്നു, ഒരു പക്ഷേ കിട്ടിയേക്കാമായിരുന്നു എന്ന വാദം അംഗീകരിക്കാം. ഒരു തരത്തിലുള്ള ഒരു ഊഹം, അനുമാനം എന്നുള്ള നിലയിൽ. പക്ഷെ അപ്പോഴും ഈ പ്രതികളെ രക്ഷിച്ചുകൊണ്ടുപോയ CPM നേതാക്കൾ അതിൽ അവരുടെ രോമത്തിൽ പോലും തൊടുന്ന സാഹചര്യം ഉണ്ടാകില്ലല്ലോ. അവർ പ്രതിക്കൂട്ടിലേക്ക് വരുമായിരുന്നില്ലല്ലോ, അവർ വിചാരണ ചെയ്യപ്പെടില്ലായിരുന്നല്ലോ. അത് അഡ്മിറ്റ് ചെയ്യുന്നു. ആ 4 പേരും, ആ 10 പേരും പ്രതികളുമാകത്തില്ല. ഈ 4 പേര് ശിക്ഷിക്കപ്പെടത്തുമില്ല. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതുകൊണ്ട് പരിപൂർണമായിട്ട് കേസ് എന്തിന് സുപ്രീം കോടതിയിൽ പോയെന്ന് ചോദിച്ചാൽ, കേരള പോലീസും കേരള ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് വ്യക്തമായി ചാർജ് ഷീറ്റ് നൽകി. 2020 മെയ് മാസം 30-ാം തീയതി, വളരെ വേഗത്തിലാണ്, 2020 മെയ് 30-ന് കുറ്റപത്രം നൽകി. ആ കേസിനെതിരെ കേരള പോലീസിന്റെ വീര്യം കൊടുത്തപ്പോൾ ക്രൈംബ്രാഞ്ച് വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ച് CPM നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഈ 14 പേര് CPM-മാരാണ് ആദ്യത്തെ കുറ്റപത്രത്തിലുള്ളവർ. ആ 14 പേർക്കെതിരെ കുറ്റപത്രം നൽകി. അങ്ങനെ കുറ്റപത്രം നിലനിൽക്കുമ്പോൾ CBI അന്വേഷിക്കാൻ വരുമ്പോൾ കേരള പോലീസിന്റെയും ഹോം ഡിപ്പാർട്ട്മെന്റിന്റെയും ക്രെഡിബിലിറ്റി അത് ഷേക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. ഈ കേസ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഒരു രാഷ്ട്രീയ കൊലപാതകം, CPM പ്രവർത്തകർ ആരോപണ വിധേയരായ രാഷ്ട്രീയ കൊലപാതകം കോടതി CBI-ക്ക് വിട്ടു. ആ കോടതി CBI-ക്ക് വിട്ടതിനെതിരെ തുടർച്ചയായി ഏറ്റവും മുന്തിയ അഭിഭാഷകരെ ഉപയോഗിച്ച് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം ഒരു സർക്കാർ, CPM നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയാൽ അത് ഈ ക്രെഡിബിലിറ്റിക്ക് ഹിതകരമാണോ? CPM-ന്റെയോ സർക്കാരിന്റെയോ ക്രെഡിബിലിറ്റി ഉയർത്തുന്ന ഒരു കാര്യമാണോ ആ കാര്യം? അതോ അവമതിപ്പുണ്ടാക്കുന്ന കാര്യമാണോ? ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. CPM-ന്റെ അല്ലത്, സർക്കാരിന് പ്രധാനമായിട്ട് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെയും കേരള പോലീസിന്റെയും കേരള ക്രൈംബ്രാഞ്ചിന്റെയും ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണ്. അതാണ് ഈ വിധിയിൽ തെളിഞ്ഞത്. കാരണം ക്രൈംബ്രാഞ്ച് കൊടുത്ത കുറ്റപത്രം വെച്ചാണ് ഈ 14 പേരിൽ 10 പേരെ ശിക്ഷിച്ചത്. അതിന്റെ മൊഴികൾ നിങ്ങൾ നോക്കൂ, ആ സാക്ഷി മൊഴികൾ നിങ്ങൾക്ക് വ്യക്തമായി കിട്ടും. ആ സാക്ഷി ഏതൊക്കെ സാക്ഷികളുടെ സ്റ്റേറ്റ്മെന്റ്, കോടതിയിൽ കൊടുത്ത സോൺ സ്റ്റേറ്റ്മെന്റ്, ഡെപ്പോസിഷനും നിങ്ങൾ നോക്കുക. ആ ഡെപ്പോസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട്
ക്രൈംബ്രാഞ്ച് കൊടുത്ത കുറ്റപത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ 14 പ്രതികൾക്കെതിരെ കേസ് ആയിരുന്നില്ല ശ്രീ ബൽദേവ്. അങ്ങനെ ഓരോ പ്രതിയെയും സ്കെച്ച് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കേസേ ആയിരുന്നില്ല. കാരണം പീതാംബരൻ എന്ന CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന, അയാളുടെ ആസ്മാദികളുടെ നേതൃത്വത്തിൽ നടന്ന കൊല, അത് വളരെ അനായാസം തന്നെ ആരാണ് അതിന്റെ പ്രതികൾ എന്ന് വ്യക്തമായി കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ അന്വേഷണ ഏജൻസി ഈ കൊന്ന ആളുകളെ, കേസിൽ നേരിട്ടുൾപ്പെട്ട ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ അതിൽ കുറ്റപത്രവും ഉണ്ടാക്കിയിട്ടുണ്ട്. ശരി, പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ CPM ഭരിക്കുമോ, CPM-ന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികളാവുന്ന വിധത്തിൽ എന്തായാലും ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോവില്ലല്ലോ, പോയിരുന്നില്ല. CBI വന്നതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികളായത്. ആ പ്രധാനപ്പെട്ട നേതാക്കളാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതും. അതാണ് ഈ കേസിലെ CBI-യുടെ പ്രസക്തി. അല്ല, അത് ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ നിങ്ങൾ ഇപ്പോൾ നിയമത്തെ ഡേറ്റ് വെച്ച് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇത് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ 30-40 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. ഇതിനകത്ത് ഈ 14 മുതൽ 22 വരെയുള്ള പ്രതികൾക്കെതിരെയുള്ള ശിക്ഷ നിലനിൽക്കില്ല. കാരണം അവരെ അതിനകത്ത് 120B അട്രാക്ട് ചെയ്യത്തോടത്തോളം കാലം ഈ 5 വർഷം ശിക്ഷ എന്നുള്ളത് നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് വെച്ച് ബഹുമാനപ്പെട്ട അഭിലാഷ് മോഹൻ ഞാൻ പറഞ്ഞതായിട്ട് എഴുതി വെച്ചോളൂ. ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ ശിക്ഷയ്ക്ക് മാറ്റം ഉണ്ടാകും. മറ്റുള്ളവരുടെ കേസിൽ ശരിയായിരിക്കും, അവർ ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ ശിക്ഷ, ഇവിടെ കൃപേഷിന്റെ സഹോദരി പറഞ്ഞതുപോലെ വലിയ ശിക്ഷ അവർക്ക് ലഭിക്കും. അവർക്ക് അത് അർഹരാണ്, ആ ശിക്ഷ ലഭിക്കണം, വധശിക്ഷ വേണ്ടി എന്താ ലഭിക്കണം. പക്ഷേ ഈ പേരുടെ ശിക്ഷ ഇന്നത്തെ ഡേറ്റ് വെച്ച് അഭിലാഷ് മോഹൻ എഴുതി വെച്ചു, ഞാൻ പറഞ്ഞതായിട്ട് ഈ ശിക്ഷ നിലനിൽക്കില്ല. കാരണം ഇങ്ങനെ ഒരു കേസിനകത്ത് രണ്ടുപേരെ രണ്ടായിട്ട് മാറ്റി കാണുമ്പോൾ ഇവരെ കൊലപാതകവുമായിട്ട് ലിങ്ക് ചെയ്യാതെ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇത്രയും വലിയൊരു ശിക്ഷ വരത്തില്ല. 5 വർഷം എന്നുള്ള ശിക്ഷ വരത്തില്ല. ആ ശിക്ഷയുടെ പിന്നിൽ ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ചാൽ അവർക്ക് ആ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ശിക്ഷ പരിപൂർണമായിട്ട് നിലനിൽക്കില്ല. അതിനകത്ത് അവർ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഏത് CBI അന്വേഷിച്ചാലും യാതൊരു വിധമായ തർക്കവുമില്ല. അത് നമുക്ക് അടുത്ത കാലത്ത് തന്നെ കാണാൻ പറ്റും. ഇതുപോലെ തുറന്ന ചർച്ചയിലൂടെ ഞാൻ ആ പ്രവചനത്തെ നിരാകരിക്കുന്നൊന്നുമില്ല. ഇവരിൽ ആരോപിതമാവുകയും ഇവരിൽ തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന കുറ്റം നിയമപരമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയോ നിയമാനുസൃതമായ അറസ്റ്റിനെ മനഃപൂർവ്വം ചെറുക്കുകയോ ചെയ്യുന്നു എന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 225-ാം വകുപ്പ് അനുസരിച്ചുള്ള കുറ്റമാണ് K. മണികണ്ഠനും അതുപോലെ തന്നെ KV കുഞ്ഞിരാമനും അടക്കമുള്ള ആളുകൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. അത് താങ്കൾ പറഞ്ഞതുപോലെ മേൽക്കോടതിയിൽ പോകുമ്പോൾ ഒരു പക്ഷേ ഇതേ ശിക്ഷ തന്നെ അതിനുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തർക്ക വിഷയമാണ്. ഞാനതുകൊണ്ട് അതിനൊരു വലിയ ചലഞ്ചായിട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷേ കൃത്യമായി അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഒരു തരത്തിലും മാറാതെ അവിടെ നിൽക്കും. കാരണം കൊലക്കേസിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ പ്രതിയെയാണ് പോലീസിന്റെ അടുത്ത് നിന്ന് നൈസായിട്ട് ഇവർ രക്ഷിച്ചുകൊണ്ട് വന്നത്. വെറുതെ അങ്ങ് ചെയ്യില്ലല്ലോ.